ഹായ്, ഇന്ന് മെയ് 1 എൻ്റെ ഇളയമോളുടെ 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൂടാണ്ട് ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകും. വൈകിട്ടാണ് കേക്ക് കട്ടിങ്. അപ്പോൾ പിള്ളേരിനി റെഡിയാക്കിയിട്ട് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകാൻ പോവാം. അപ്പോൾ വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് റെഡി ആയിട്ട് പോകാം. ഓക്കെ, അപ്പൊ മൂത്താളുടെ ഡ്രസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ്. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് പൊട്ടൊക്കെ ഒന്ന് ഇടിയിക്കണം. ഭയങ്കര കുറുമ്പിയാട്ടോ, ചെറുതൊരു രക്ഷയില്ല ഇതിനെ കൊണ്ട്. ഇനി അടുത്ത് നമ്മളിതേ ബർത്ത്ഡേ കൊച്ചിനെ റെഡിയാക്കാൻ പോണെയാണ്. ഇയാളെ റെഡിയാക്കലാണ് ഏറ്റവും പാട്. ഞങ്ങൾ ഇതാണ് ഉടുപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇതും ഈ ടോപ്പും ഉടുക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് നീങ്ങിക്ക. അപ്പൊ കാണട്ടെ, നോക്ക് 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 നോക്ക്. താങ്ങി ഇടാൻ പോയിട്ട് പോയിട്ട് അവൾ തന്നെ ജയിച്ച് വേറെ ഒരു സാധനം ഉടുപ്പായിട്ടിരിക്കണം. ആൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്ന. അപ്പൊ വൈകിട്ട് കേക്ക് മുറിക്കുമ്പോ ഞങ്ങൾ അത് ഉടുക്കുന്നതായിരിക്കും അല്ലേ കാമ്യ? കേക്ക് മുറിക്കുമ്പോ ഉടുക്കും എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷെ എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഇവളിപ്പൊ പറയണ പോലെ അല്ല പിന്നീട്. ഇത് ഞങ്ങള് സ്കർട്ട് കൊടുക്കും. അപ്പൊ ഇതാണ് സാരി. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണോ ചുമ്മാ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ എനിക്ക് വന്നിട്ട് ബാക്കി ചെയ്യുമ്പോൾ അത്രയും സമയം നഷ്ടപ്പെടും. സോ നമുക്ക് അപ്പോൾ ബേസ് ഞാനൊരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കോമ്പാക്ട് പൗഡർ. ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അത്ര കോൺഫിഡൻസ് അല്ല. നമുക്ക് ഭയങ്കര ഒരു കേക്കി ലുക്ക് പോലെ തോന്നുന്നത്. പിന്നെ എൻ്റെ ഷെയ്ഡിൽ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് സർപ്രൈസ്. ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഇട്ടിട്ട് ബേസ് ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് ഡയറക്റ്റ്ലി ഞാനൊരു കോമ്പാക്ട് പൗഡർ ആണ് ഇടുന്നത്. ഇതൊരു RSM അല്ലേ എന്തോ അങ്ങനത്തെ എന്തോ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ജസ്റ്റ് വാങ്ങിയൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് സ്കിന്നിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട് എൻ്റെ. അപ്പോൾ വലിയ ഓവർ പൗഡറി എഫക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കിട്ടെ കുറച്ച്. എന്തായാലും എപ്പോഴും ഫേസ് ചെയ്യുമ്പോൾ കൂടെ നെക്കും ചെയ്യണം കേട്ടോ. നെക്ക് ഇസ് പാർട്ട് ഓഫ് അവർ ഫേസ്. അപ്പോൾ ഇത് വെളുത്തേത് കറുത്തെത്തുന്നത് വൃത്തിയുടെ നെക്കിലും കൂടി ഇടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഐബ്രോ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഞാൻ എങ്ങനെ ഐബ്രോ ചെയ്യണം. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഐബ്രോസ് ഐലൈനർ ഇടാം. ഇത് ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഷൈനി ടൈപ്പ് ഐലൈനറും കഴിഞ്ഞു. മെയിൻ നമ്മുടെ ലിപ്സ്റ്റിക്ക്. പക്ഷേ ഈ പ്രാവശ്യം ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് ലിപ്സ്റ്റിക്കാണ് ചെയ്യുന്നത്. അതായത് മൈഗ്ലാമിൻ്റെ മനീഷ് മൽഹോത്രയുടെ ഒരു കളക്ഷൻ ആൻഡ് മാർസിൻ്റെ നമ്മുടെ എന്താണ് ബോളിവുഡ് സൂപ്പർ, അത് രണ്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ബോളിവുഡ് സൂപ്പറിൻ്റെ ഇത് വെച്ചിട്ട്, കാരണം ഈ കളർ എനിക്ക് ലിപ്സിലിട്ടാലേ ഒരുപാട് അത്രയും ബ്ലെൻഡ് ആവുന്നില്ല. സോ ഞാൻ ഇത് വെച്ചിട്ട്, എനിക്ക് ലിപ്പ് ലൈനർ ഇല്ല, എനിക്ക് ബ്രൗൺ കിട്ടിയില്ല, കുറേ സ്ഥലത്തിൽ ഞാൻ കിട്ടിയില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലൊരു ഷെയ്ഡ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇത് വെച്ചൊരു ഔട്ട്ലൈനർ വരക്കാൻ പറ്റും. നോക്കിക്കോട്ടോ. ഇങ്ങനെ ഇങ്ങനെ തന്നെ താഴ്ത്തും.
ഇങ്ങനെ ആയിരിക്കും ഐലൈനർ, സോറി ലിപ് ലൈനർ ഇടുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതാക്കിയിട്ട് ജസ്റ്റ് ഡാബ് ഇട്ട്, വരക്കല്ല വേണ്ട, ഡാബ് ഇട്ട്. നല്ല ഷെയ്ഡല്ലേ. ഞാനിതിൻ്റെ ഒരു പിന്നെ എനിക്ക് അറിയില്ല കേട്ടോ, ആക്ച്വലി എൻ്റെ മമ്മി തന്നത്. മമ്മിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്തെന്താ നമ്മുടെ പൊട്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് പൊട്ട് ബ്ലാക്ക് തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഈ പറഞ്ഞ പോലെ കല്ലിൻ്റെ പൊട്ടൊന്നും എനിക്ക് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കുറേ കല്ലിൻ്റെ ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ ഒട്ടും കോൺഫിഡൻസ് ആണ്. ഞാൻ കാണിച്ചു കേട്ടോ കല്ലിൻ്റെ പൊട്ടിട്ടിട്ട്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കൊള്ളാല്ലേ? ഇതിടാം അല്ലേ? ഇതിൻ്റെ മേളിലൊരു ബ്ലാക്കും കൂടി ഇട്ട് കുറച്ചും എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ. സോറി, കീറിപ്പോയി. മതിയല്ലേ? ഓക്കെ, സോ ഇത് രണ്ട് കഴിഞ്ഞ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്താ ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ ഇതിലൊപ്പം ഏതിടണം ഞാനിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഏതാണ് ഇത് സെറ്റ് ആവുന്നത്? ഇതിനൊപ്പം ഇതാണോ അല്ലെങ്കിൽ ഇതാണോ? നല്ലതല്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിള്ളേരെ എനിക്ക് ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ചു. golden color watch, perfume, red perfume आटा eternal the love, അടിപൊളി perfume ആട്ട, green വാല. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഞാനൊരു ക്ലിപ്പ് എടുക്കും, കാരണം ക്ലിപ്പ് എടുത്തിട്ടാണ് ഞാൻ പോകുള്ളൂ. എൻ്റെ റൂമിൻ്റെ ഇന്ന് കണ്ടീഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ടെല്ലാം ഞാൻ ശരിയാക്കണം. ഇപ്പോൾ സമയം 12 മണി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹാള്. ഒരു അമ്പലത്തിൻ്റെ ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിരുന്നു. പക്ഷേ ബാക്കി ഫങ്ഷൻസൊക്കെ റിച്വൽസൊക്കെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വലിയ ഒരുപാട് റിച്വൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് തന്നെ തീരുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. കസിൻസും എല്ലാവരും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യണമായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുക, കാരണം നമ്മൾ അവിടെ ഫംഗ്ഷൻ 12 o'clock ആയിരുന്നു. അപ്പോൾ 12:30 1 o'clock ആയപ്പോഴത്തേക്കും തന്നെ പിള്ളേർക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ കണ്ടാവും ലൈക്ക് ബ്രൈഡും ഗ്രൂമും ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പോൾ ആ എടുക്കണതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ കസിൻസൊക്കെ ആയിട്ട് അങ്ങ് ഗ്യാങ്ങൊക്കെ അടിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിയാക്കിയൊക്കെ ഇങ്ങനെ സമയമൊക്കെ കളയുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നത്. ചിറ്റന്മാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായപ്പോൾ ബ്രൈഡിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ ബ്രദറും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പൂർണ്ണശ്രീ കാറ്ററിങ്ങിൻ്റെ ആയിരുന്നു ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും പുറത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഞാനിന്ന് പറഞ്ഞില്ലേ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ, അതായത് തലേന്ന് രാത്രി എൻ്റെ 2 മക്കളും, അതായത് മൂത്താളും അനിയൻ്റെ കൊച്ചും പിന്നെ അനിയനെ എല്ലാവരും കൂടി ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഡെക്കറേഷൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവളാണ് മൂത്തത്. അപ്പോൾ ആ ഒരു കുഞ്ഞൊരു ഡെക്കറേഷൻ കാണിച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇവർ ഇത്രയും എഫേർട്ട് എടുത്തെടുക്കുന്നത്. പിള്ളേർ കയ്യിലുണ്ടായ ബലൂണും പിന്നെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ച് അവരെന്നെ ഡെക്കറേറ്റ് ചെയ്ത് നല്ലതായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആ 2 പിള്ളേർ മാത്രം ഇരുന്നിട്ടാണ് ചെയ്തത്. അതായത് എൻ്റെ മൂത്ത മോളും അനിയൻ്റെ മോളും കൂടി മാത്രം ഇരുന്നിട്ടാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു സ്ഥലത്തിലാട്ടോ കേക്ക് കൊടുത്തിരുന്നത്. ആ കേക്കിൻ്റെ കടയുടെ പേര് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ലിങ്ക് അല്ല, അത്
അവളുടെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. നല്ല കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് വിത്ത് ഹേസൽനട്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മോക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിക്കിരി അത് വളരെ എൻജോയ് ചെയ്ത്. ആ ഡൈനോസറിനെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ട് നല്ലായിരുന്നു. പിള്ളേരും ഹാപ്പി. പിള്ളേർ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഹാപ്പി ആണല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചു. അതിൽ നിന്നൊരു കഷ്ണം എന്താ ഈ കുറുമ്പിക്ക് കൊടുത്തിട്ട് അവളത് കഴിച്ചില്ല. അവൾക്ക് ഞങ്ങൾ കയ്യിൽ നിന്ന് ഒത്തിരി വായിൽ വെച്ച് കൊടുത്താൽ അവൾ കഴിക്കുന്നേ ഇല്ല. അവൾക്ക് വേറെ പ്ലേറ്റിലെടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് അത് സ്പൂണൊക്കെ ഇട്ട് മുറിച്ച് കഴിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കഴിച്ചു. പിന്നെ ബാക്കി 2 പിള്ളേരും ഉണ്ടല്ലോ, പിന്നെ അതുങ്ങൾക്കൊക്കെ കൊടുത്തു. ഇതേ വീട്ടിലെല്ലാവരും ജസ്റ്റ് ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ട് വേറെ ആരെയും ഞങ്ങൾ വിളിച്ചില്ല. ചുമ്മാ ഒരു രാവിലെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഇത് ചെറുതാക്കി ഞങ്ങൾ നിർത്തി. അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ തുടങ്ങി തന്നെ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാണ്. പക്ഷെ നമ്മൾ ഫുള്ളി ടയേർഡായിരുന്നു ഫംഗ്ഷനൊക്കെ പോയി വന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കുറുമ്പിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു.